അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഉപ്പുമാവും പുഴുക്കും ഉണ്ടാക്കിയപ്പോൾ ആ പുഴുക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറിനും നമ്മൾ കഞ്ഞി ആക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയും പുഴുക്കും കൂടി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഉച്ചയായപ്പോൾ ഞാനും കുട്ടാരനും കൂടി കഞ്ഞി കുടിക്കാൻ നിൽക്കുകയാണ്. അല്ലു ആണെങ്കിൽ കുളി കഴിഞ്ഞ് ഉറങ്ങി കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും അല്ലു കാത്തുന്നില്ല. നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഉണർന്നിട്ട് കൊടുക്കുക. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കൊണ്ടുവന്നാൽ ഭയങ്കര കുറുമ്പായിരിക്കും. ഫുഡൊക്കെ കഴിക്കൂല എന്നങ്ങനെ ചീച്ചിലായോണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ ഉറക്ക് കഴിയട്ടെ എന്നിട്ട് എണീക്കട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അതേ കഞ്ഞി കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയും പുഴുക്കും പിന്നെ പപ്പടം കാച്ചിയതുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കുട്ടാറിന് പപ്പടം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചാമ്പക്ക ഉപ്പിലിട്ടതുണ്ടല്ലോ അതെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ എനിക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ കഞ്ഞിയിൽ, അതായത് പ്ലേറ്റിലേക്ക് കഞ്ഞി വിളമ്പിയിട്ട് അതിൽ പുഴുക്കും പപ്പടും ഒക്കെ ഒന്നിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ച് കഴിക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടം. കുട്ടാറിന് അങ്ങനെയല്ല. അപ്പോൾ കുട്ടാടെ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കഞ്ഞി വേറെ പാത്രത്തിൽ, പുഴുക്ക് വേറെ പാത്രത്തിൽ, അങ്ങനെ കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഈ പുഴുക്കും കഞ്ഞി അതേപോലെ പുഴുക്കും ഉപ്പുമാവൊക്കെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചുമ്മാ ഒരു രസത്തിനൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ അഖണ്ഡനാമത്തിനും അതേപോലെ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉപ്പുമാവും പുഴുക്കൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ കാര്യമായിട്ട് എനിക്ക് ഈ അഖണ്ഡനാമത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഉപ്പുമാവും പുഴുക്കും കഴിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മാലട്ട സമയത്തൊക്കെ, അതായത് നമ്മൾ കുഞ്ഞിൽ മാലട്ട സമയത്ത് അന്നൊക്കെ ഈ എന്താ പറയുക ഭജനയ്ക്ക് പോകുമല്ലോ നമ്മളെവിടെയെങ്കിലും സ്വാമിമാരെ ഭജനയൊക്കെ ഉണ്ടാകുമ്പോൾ, അപ്പോൾ അധികം പുഴുക്കും ഉപ്പുമാവുമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അന്ന് ഭജനയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഇന്ന് ഞാൻ ആ പുഴുക്ക് ഉണ്ടാക്കിയത് മുതലാക്കുന്നുണ്ട് കേട്ടോ. അതായത് രാവിലെയും കഴിച്ചു, പിന്നെ അതേ ഉച്ചയ്ക്കും കഴിക്കുന്നുണ്ട് കേട്ടോ. പുഴുക്കിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ എരിവ് കുറവായതുകൊണ്ട് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകാണ് കേട്ടോ പച്ചമുളക്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാലോ കഞ്ഞി കുടിക്കുമ്പോൾ, രസമല്ലേ കാണാൻ, അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഉച്ചത്തെ കഞ്ഞിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ പ്ലേറ്റിൽ ഒന്നിച്ചിട്ടിട്ട് കുഴച്ചിങ്ങനെ കഴിക്കണം. പിന്നെ ഒരുപാട് പ്ലേറ്റ് എടുത്താൽ ഞാൻ തന്നെ ഒക്കെ കഴുകണമല്ലോ എന്നുള്ളൊരു മടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലും പാത്രം കഴുകലും ക്ലീനിങ്ങും മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അല്ലു ഉറങ്ങുകയാണല്ലോ, അല്ലുവിൻ്റെ അടുത്ത് പോയി കിടക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം അഭ്യന്തീയ സ്കൂളിട്ട് വരാനാകുമ്പോഴേക്കും വീണ്ടും കിച്ചണിൽ എത്തിയാൽ മതിയിട്ട് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ കട്ടൻ ചായയും പുഴുക്കും ആയിരിക്കും മിക്കവാറും വൈകുന്നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ മക്കളത് അറിയണ്ട കേട്ടോ, മക്കളെ നാട്ടി വിടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.